ഹായ്, നമ്മൾക്ക് ഇന്നുണ്ടല്ലോ കല്ലുമ്മക്കായ നിറച്ചത് ഉണ്ടാക്കിയാലോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ കല്ലുമ്മക്കായ നിറച്ചത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ക്വാണ്ടിറ്റി കുറച്ചായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചെടുത്താൽ മതി കേട്ടോ. വല്ലതും പാളിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യുക. അപ്പം ഞാൻ കല്ലുമ്മക്കായ കുറച്ച് മേടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എടുത്തിട്ടുള്ളൂ. അത് നമ്മളിന്ന് നിറക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എനിക്കിതറിയുന്ന ഫീൽഡല്ല. ഞാൻ നേരെ എൻ്റെ പെങ്ങളെ വിളിച്ചിട്ടുണ്ടായി. പെങ്ങളെ വിളിച്ചിട്ട് അവർ നല്ല തലശ്ശേരിക്കാരാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കല്ലുമ്മക്കായ നിറച്ചതുണ്ടാക്കും. അവരുടെ മെയിൻ ഐറ്റമാണിത്. അപ്പം അതുപോലെ ഒന്നും ആവില്ല, നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പിയെല്ലാം ചോദിച്ചിട്ടുണ്ടായിനി. അപ്പോൾ എന്താ കല്ലുമ്മക്കായ എല്ലാം ഞാൻ ക്ലീൻ ആക്കിയിട്ട് അതിൻ്റെ വെള്ളം താഴെ ഊർന്ന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട മാവ് ഉണ്ടാക്കിയാലോ. അത് ആദ്യം വേണ്ടത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയില്ലേ, അത് നമുക്കൊന്ന് പൊതിർത്തി വെക്കാം. അത് പൊതിർത്തിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. അതിലേക്ക് തേങ്ങയും ചെറിയ ജീരകവും പെരിഞ്ചീരകവും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് അരക്കേണ്ടതാണ് കേട്ടോ. പക്ഷേ ഞാനിവിടെ അരച്ചത് കുറച്ച് നല്ലപോലെ ഒന്ന് ലൂസായിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പത്തലിൻ്റെ പൊടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നിറക്കാനില്ലേ നമ്മുടെ പിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുന്നില്ലേ, ഒരു സ്മൂത്ത് ആയിട്ടില്ല, ബാറ്റർ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കല്ലുമ്മക്കായയിലേക്ക് നിറച്ച് വെക്കാം. ഓക്കെ, കമോൺ. പുറത്തെല്ലാം ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ കല്ലുമ്മക്കായൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് നല്ലപോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു തരിതരിപ്പ് വേണം. പക്ഷെ ഞാൻ അരച്ചത് ദോശക്ക് അരക്കുന്ന പോലെ ആയിപ്പോയി. ഇനി നമുക്ക് ഈ വേവിച്ച കല്ലുമ്മക്കായനൊന്ന് മൊഞ്ചാക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയോ അതുപോലെ തന്നെ മുളക് പൊടിയോ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലൊരു ബാറ്റർ ഉണ്ടാക്കാം. എന്നിട്ട് ഇതാ ഇതിലേക്ക് നമ്മളെ വേവിച്ച കല്ലുമ്മക്കായ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടാൽ അടിപൊളിയാവും കേട്ടോ. കാണാൻ തന്നെ എന്തൊരു മൊഞ്ചാന്നല്ലേ. ഇനി നമുക്കിത് ഇക്കുന് കൊണ്ട് കൊടുത്തിട്ട് എന്താ റിവ്യൂ നോക്കാമല്ലോ. ഇക്കു നല്ല അടിപൊളിയാന്ന് പറഞ്ഞതോട് കൂടിയിട്ട് എനിക്ക് സന്തോഷമായി. അപ്പോൾ എങ്ങനെയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കലല്ലേ. സീ സോ നെക്സ്റ്റ് വീഡിയോ. ബൈ.